തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനടുത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ ട്രക്കിങ്ങും ചെയ്ത് ഇതുപോലെ ഒരു സൺസെറ്റും കാണാൻ പറ്റിയൊരിടമുണ്ട്. നെടുമങ്ങാട് നിന്നും 3 കിലോമീറ്റർ മാറി വേങ്കവിള എന്ന സ്ഥലത്താണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചുട്ടൂർ പാറ എന്നാണ് പേര്. ഈ കാണുന്ന ആർച്ചിനുള്ളിലൂടെയുള്ള വഴിയെ കുറച്ച് പോകുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന റൈറ്റ് എടുക്കുക. അതിന് കുറച്ച് ദൂരം കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞ് ഇതുപോലുള്ള പടിക്കെട്ട് കയറി വേണം നമ്മൾ മലമുകളിലേക്ക് പോകാനുള്ളത്. പാറയുടെ മുകളിൽ കടകളോ ഒന്നുമില്ല, അതുകൊണ്ട് കുടിക്കാൻ ആവശ്യമായ വെള്ളമൊക്കെ കരുതി വയ്ക്കുക. അധികം പാടൊന്നുമുള്ള യാത്രയല്ല, ചെറിയ രീതിയിൽ ട്രക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് കയറാൻ കഴിയും. എന്നാലും കാടിൻ്റെ ഒരു പ്രതീതി അത് നൽകുന്നുണ്ട്. അപ്പോൾ ടൂറിസം കേന്ദ്രമല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ നടന്ന് മുകളിലേക്ക് പോകുന്നതും. വൈൽഡ് ലൈഫൊന്നും വലുതായിട്ടൊന്നും സ്പോട്ട് ചെയ്യാനൊന്നുമില്ല. കുരങ്ങന്മാരെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ യാത്രയിൽ എനിക്ക് കുരങ്ങന്മാരെയാണ് കാണാൻ കഴിഞ്ഞത്. മല കയറി എത്തുന്നത് അടുത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞാണ് നമ്മൾ പാറയിലെ ക്ഷേത്രത്തിൻ്റെ അങ്ങേട്ടേക്ക് പോകുന്നത്. അപ്പോഴേക്കും മരത്തിൻ്റെ മുകളിൽ വികൃതികളും കാട്ടി കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു. ഈ സൂര്യാസ്തമയ സമയം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾഡൻ ലൈറ്റിലായിരുന്നു ഇതെല്ലാം കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ്. വരുവാണെങ്കിൽ ഒരു മാക്സിമം ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം ഈ മലമുകളിലേക്ക് കയറാൻ പോകും. അപ്പോൾ ചൂടും കുറവായിരിക്കും, അതുപോലെയുള്ള ഈ കാഴ്ചകളും കുറച്ചുകൂടെ സുന്ദരമായിരിക്കും ഈ ഒരു ടൈമിൽ. പാറമുകളിലേക്ക് കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കയറുക. കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ചെങ്കുത്തായ ചെരിവാണ്, അത് സൂക്ഷിച്ച് തന്നെ നടന്ന് കയറുക. പക്ഷെ നടന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് മുകളിൽ കാണാനുമുള്ളത്. ആ കാണുന്നതാണ് വെമ്പായം നെടുമങ്ങാട് റോഡ്. അവിടെ നിന്നുമാണ് നമ്മൾ മലമുകളിലേക്കുള്ള യാത്ര തുടങ്ങിയത്. വിദൂരതയിൽ തിരുവനന്തപുരം സിറ്റിയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ഹനുമാൻ ടെമ്പിൾ. മലമുകളിലെ അമ്പലമാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണിത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അതിമനോഹരവും. പാറയുടെ മുകളിലുള്ള ക്ഷേത്രക്കുളമാണിത്. ഇത്രയും വേനലായിട്ടും ഇവിടുത്തെ വെള്ളം ഇപ്പോഴും വറ്റിയിട്ടില്ല. പാറമുകളിൽ പ്രധാന ഹൈലൈറ്റ് ഈ കുളം തന്നെയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പഴംപുരാണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഹനുമാൻ മരുത്തോമല കൊണ്ടാണെന്ന് കരുതി എടുത്തുകൊണ്ട് പോയ മലയാണെന്നും അതല്ലാന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരിച്ചുപേക്ഷിച്ചത്, അതുകൊണ്ടാണ് ഇതിന് തിരിച്ചിട്ടാ പാറയെന്ന് പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഒരു വൈകുന്നേരം വന്നിരുന്ന് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരിടം. അങ്ങനെ മാത്രം കണ്ട് വേണമെങ്കിലും ഇവിടെ വന്നിരിക്കാം, ഒരു കുഴപ്പമില്ല. സൂര്യാസ്തമയം കണ്ട് പാറയിൽ കിടക്കുന്ന സമയത്താണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. മുകളിൽ വേറൊരാൾ കൂടി നിൽക്കുന്നുണ്ട്. ചന്ദ്രനെയും കാണാൻ പറ്റി. ഒരു സൈഡിൽ ചന്ദ്രനും ഒരു സൈഡിൽ സൂര്യാസ്തമയവും. അതും കണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. എന്ത് രസമല്ലേ, ഒരു പെർഫെക്റ്റ് എൻഡിങ് ഒരു ആഴ്ചയുടെ, ഒരു ഞായറാഴ്ച ദിവസം ഇതുപോലെയൊക്കെ വന്നിരിക്കുക എന്ന് പറയാം. നെടുമങ്ങാടേക്ക് ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ നെടുമങ്ങാട് സിനിമയ്ക്ക് വരുന്നതായാലോ അല്ലെങ്കിൽ കോയിക്കൽ പാലസ് കാണാൻ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം കൂടി നിൽക്കാൻ ശ്രമിക്കുക. തിരിച്ചിട്ടപ്പാറ വന്ന് ഈ സൂര്യാസ്തമയം ഇവിടെ കണ്ട് തിരിച്ച് മടങ്ങാം. എന്തായാലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അധികം ആരും വന്ന് കണ്ടിട്ടില്ല. ഞാൻ പോയതിൻ്റെ ഒന്നും തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ